ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 38-ാം വാക്യം. ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? ശിഷ്യന്മാരുടെ പ്രാർത്ഥനയാട്ടോ. എന്താണ് സംഭവം എന്ന് പറയുന്നത്? ഈശോയും ശിഷ്യന്മാരും കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈശോ അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങുന്നു. ശാന്തമായിട്ട് ഉറങ്ങുന്നു. ചുറ്റുപാടും വലിയ തിരമാല, വലിയ കൊടുങ്കാറ്റ്. ഇതിൽ വഞ്ചി ആടി ഉലഞ്ഞപ്പോൾ അവർ നശിക്കാൻ പോകുന്നു എന്ന് കണ്ട് ഈശോയെ വിളിച്ചുണർത്തി ഈശോയോട് ചോദിക്കുന്ന ചോദ്യം, ഈശോയെ, ഞങ്ങൾ നശിക്കാൻ പോകുന്നത് നീ കാണുന്നില്ലേ? നീ ഞങ്ങളെ ഗൗനിക്കുന്നില്ലേ? ഈ ഒരു ചോദ്യം ഈ ശിഷ്യന്മാരെ പോലെ തന്നെ നമ്മളും ഇടയ്ക്കൊക്കെ ഈശോയോട് ചോദിക്കാറുണ്ടല്ലേ? പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ചോദിച്ചിട്ടില്ലേ, ഈശോയെ, നീ എന്നെ ഉപേക്ഷിച്ചോ? എന്തിനാ ദൈവമേ ഇത്രയേറെ സഹനങ്ങൾ എനിക്ക് തരുന്നത്? ഞാൻ നിന്നോട് ചേർന്നിരുന്നിട്ടും എന്തിനാ എൻ്റെ നാശം പോലെ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുന്നത്? ചോദിച്ചിട്ടില്ലേ? ഈശോയുടെ മുൻപിൽ വാശി പിടിച്ചിട്ടില്ലേ? കരഞ്ഞിട്ടില്ലേ നമ്മൾ? സ്നേഹമുള്ളവരെ, അതിനുള്ള മറുപടി ഈശോ എന്താ ചെയ്തത്? കൃത്യമായിട്ട് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലേ. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു, വലിയ ശാന്തതയുണ്ടായി. സ്നേഹമുള്ളവരെ, ഈശോ കൂടെയുള്ളപ്പോൾ എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എൻ്റെ ചാരെ എൻ്റെ ദൈവമുണ്ട്. അവനോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവൻ എൻ്റെ ജീവിതത്തിൽ ഇടപെടും. ശിഷ്യന്മാരും നശിച്ചു കാണാനായിട്ട് ഈശോ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. മറിച്ച് കൃത്യസമയത്ത് അവൻ ഇടപെട്ട് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്തു. വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കണം. നിലവിളിച്ച് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവന് അവൻ്റെ ജീവിതത്തിൽ അവന് വേണ്ടത് കൃത്യസമയത്ത് ദൈവം നൽകും. ഒരിക്കലും എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല കേട്ടോ. എൻ്റെ ചാരയുണ്ട്. അവനെ വിളിച്ചുണർത്തണം. വിളിച്ചുണർത്തുവാൻ തക്ക വിധം എപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സാധിക്കണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടുന്ന അനുഗ്രഹം പ്രദാനം ചെയ്യും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ശിഷ്യന്മാരെ പോലെ പ്രാർത്ഥിക്കാൻ പറ്റണം. ശിഷ്യന്മാരെ പോലെ ഇടയ്ക്കൊക്കെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. ആ ചോദ്യത്തിനപ്പുറം ഈശോയെ വിളിച്ചുണർത്തണം. ഉറങ്ങിക്കിടക്കുന്ന ഈശോയെ വിളിച്ചുണർത്തി നിരന്തരം അവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ അവൻ ഒരിക്കലും എന്നെ ഉപേക്ഷിക്കത്തില്ല. അവൻ എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് വേണ്ടത് പ്രദാനം ചെയ്യും. കാരണം എൻ്റെ നാശം എൻ്റെ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ ദൈവം എന്നെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ സ്നേഹിക്കുന്ന ദൈവം എൻ്റെ ചാരയുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിത പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും തളർന്നു പോകാതെ വിശ്വാസത്തോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട്, അവനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച് അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.